പുല്ലുപാറയ്ക്ക് സമീപം KSRTC ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ അപകടമുണ്ടായിരുന്നു. മാവേലിക്കരയിൽ നിന്ന് തഞ്ചാവൂരിലേക്ക് പോയി മടങ്ങി വരികയായിരുന്ന വിനോദയാത്രാ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. 34 പേർ ഈ ബസ്സിലുണ്ടായിരുന്നുവെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവരുടെ ചിലരുടെ പരിക്ക് ഗുരുതരമെന്നും അറിയുന്നുണ്ട്. ഏതാണ് അപകട കാരണം എന്നതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ വരുന്നതേയുള്ളൂ. തഞ്ചാവൂരിന് പോയതാണ് മാവേലിക്കര ഡിപ്പോയിൽ നിന്ന് അല്ലേ? മാവേലിക്കര ഡിപ്പോയിൽ നിന്ന് കമ്പം തേനി തഞ്ചാവൂർ പോയ 34 പേരിറങ്ങിയ കേരള KSRTCയുടെ ബസ്സാണ്. അതാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ആൾക്കാരെയൊക്കെ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ വണ്ടിയിൽ വന്നതാണ്. മാവേലിക്കരയിൽ ഇന്ന് രാവിലെ 3 മണിക്ക് ഇറങ്ങിയതാണ്. ഞങ്ങളുടെ കൂടെയുള്ളവർ കുറേ പേര് കൂടെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയും ഒന്ന് രക്ഷിക്കാൻ 34 പേരുണ്ടായിരുന്നു. മാവേലിക്കര ഡിപ്പോയിൽ നിന്ന് പുറപ്പെട്ടതാണ് ഇന്നലെ. തഞ്ചാവൂരിന് പോയിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിയാണ്. സ്ഥലം ഇത് പുല്ലുപാറ എന്ന സ്ഥലത്ത് വെച്ചാണ് വണ്ടിയുടെ ബ്രേക്ക് പോയെന്നാണ് പറയുകയും പെട്ടെന്ന് വണ്ടി മറിയുമായിരുന്നു. ആർക്കും അപകടമില്ലെന്ന് തോന്നുന്നത് അറിയില്ല. ഓരോരുത്തരെ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ. ഈ യാത്രക്കാരിൽ ചിലരുടെ തന്നെ പ്രതികരണമാണ് കേട്ടത്. അതായത് നമ്മൾ കാണുമ്പോഴുള്ള അത്ര ഒരു വലിയ പ്രശ്നങ്ങൾ ആളുകൾക്കുണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനമൊക്കെ നടത്താൻ കഴിഞ്ഞു. അതിലുള്ള ആളുകൾ തന്നെയാണ് ഇപ്പോൾ ഈ വിവരങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തത്. ഇന്നലെ മാവേലിക്കരയിൽ നിന്ന് പോയ സംഘമാണ് തഞ്ചാവൂരിലെ സന്ദർശനം കഴിഞ്ഞ് മടങ്ങി വരുന്ന വേളയിലാണ് ഇങ്ങനൊരു അപകടം സംഭവിച്ചത്. പുല്ലുപാറ എന്ന സ്ഥലത്ത്, ഇടുക്കി പുല്ലുപാറയിൽ വെച്ചാണ് വാഹനം താഴ്ചയിലേക്ക് മറിഞ്ഞ് അപകടമുണ്ടായത്. ജെയിൻ എസ് രാജു, ജെയിൻ ഇപ്പോൾ നേരത്തെ ആ വാഹനത്തിൽ സഞ്ചരിച്ചവരുടെ തന്നെ പ്രതികരണമാണല്ലോ അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഈ പരിക്ക്? ഒരുപാട് പേർക്ക് അത്ര കാര്യമായി പരിക്കില്ലെന്ന് കരുതുന്നു അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെയാണ് കരുതുന്നത്. 34 പേരാണ് ഈ ബസ്സിലുണ്ടായിരുന്നത്. ഇന്നലെയാണ് മാവേലിക്കരയിൽ നിന്ന് ഇവർ തഞ്ചാവൂരിലേക്ക് പോയത്. അതിനുശേഷം മടങ്ങി വരുന്നതിനിടെ ഇന്ന് പുലർച്ചെ 6:15 കൂടിയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. 34 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. പ്രാഥമികമായി ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് ഈ അപകടത്തിന് കാരണം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും 30 അടി താഴ്ചയിലേക്കാണ് ഈ വാഹനം മറിഞ്ഞിരിക്കുന്നത്. ആളുകളെയൊക്കെ പുറത്തേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വാഹനം പൂർണ്ണമായും താഴേക്ക് പതിച്ച നിലയിലാണ്, മറിഞ്ഞ നിലയിലാണ്. അപ്പോൾ സ്വാഭാവികമായും വാഹനത്തിന്റെ അകത്തുള്ള ആളുകളെ ആദ്യം പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രഥമ പരിഗണന. ഇനി ആരെങ്കിലും ദൂരേക്ക് തെറിച്ച് പോയിട്ടുണ്ടോ അല്ലെങ്കിൽ വാഹനത്തിന്റെ അടിയിൽപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. ഇപ്പോൾ ഏറ്റവും ആദ്യം എന്ന് പറയുന്നത് വാഹനത്തിന്റെ അകത്ത് പരിക്കേറ്റ് കിടന്നവരെ പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതനുസരിച്ച് അത്തരം ആളുകളെ പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇവരെ മുണ്ടക്കയത്തെയും അതോടൊപ്പം തന്നെ പീരുമേട്ടിലെയും ആശുപത്രികളിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. എത്ര പേർക്ക് പരിക്കുണ്ട് എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരം ലഭ്യമാകേണ്ടതുണ്ട്. പ്രത്യേകിച്ച് പല ആശുപത്രികളിലേക്കാണ് ഇവരെ കൊണ്ടുപോയത് എന്നുള്ളത് കൊണ്ട് തന്നെ എത്ര പേർക്കാണ് കൃത്യമായി പരിക്കുള്ളത് എന്ന് സംബന്ധിച്ച് ഒരു ചിത്രം വ്യക്തമായിട്ടില്ല.